എല്ലാ ദിവസവും സാറ് ഓൺലൈനിലാണ് ട്രെയിൻ ചെയ്തിരുന്നത്. രാവിലത്തെ ഓൺലൈൻ സെഷൻ കഴിഞ്ഞു. ഇന്ന് ഡേ 2 ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വെച്ചാണ് ഇന്നലെ ഷൂട്ടൊക്കെ ചെയ്തത്. ഇങ്ങനെ ഫ്രഷായി. പനിക്ക് ശേഷം ടേക്ക് ക്രിയാറ്റിൻ. 4 ഗ്രാം ക്രിയാറ്റിനാണ് ഞാൻ ഡെയിലി എടുക്കുന്നത്. ഇന്നോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ക്രിയാറ്റിൻ. ഓക്കെ, ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ ക്രിയാറ്റിൻ ഉണ്ടാക്കി. സത്യം പറയാമല്ലോ, എനിക്ക് എല്ലാം സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഒരു 3, 4, 5 ദിവസത്തെ വർക്കൗട്ട് റെസ്റ്റ് കിട്ടി, ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം. സാറിൻ്റെ വർക്കൗട്ട് ഡയറ്റ് പ്ലാനൊക്കെ കിട്ടി. വർക്കൗട്ട് പ്ലാൻ ഓൾറെഡി സാറ് ചെയ്യുന്നുണ്ട്. സാറ് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നിൽക്കുകയാണ് ഞാൻ. ഡയറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ, നല്ല എമൗണ്ടല്ല എന്നാലും ഞാനൊരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ നോക്കുന്നതല്ലല്ലോ. നമ്മൾ നല്ല രീതിയിൽ ഫിറ്റ്നസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാശൊക്കെ ചിലവാകും. കുറച്ച് കാശില്ല. നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഡെയിലി ഒരു 150 റുപ്പീസാണ് നമ്മളെ നോർമൽ ചിലവെന്ന് വെച്ചോളൂ. നിങ്ങൾ നോർമൽ ലൈഫിൽ ഒരു ദിവസം 3 മീലാണ് കഴിക്കുന്നത്. ഒരു 50 150 എന്ന് വെച്ചോളൂ. ഒരു മാസം ഒരു 150 ആകുമ്പോൾ ഒരു മാസം കണക്കിന് വീക്കാണ് 3000, 4000, 4500 രൂപ വരും. ഓക്കെ, അത്രയും വരും, 4500 രൂപ. ഓക്കെ, അതിനേക്കാളും കുറച്ചൊരു എമൗണ്ടും കൂടെ കൂടും. എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ഇപ്പോൾ ഒരു 7500, 800, 8000 ആ ഒരു റേഞ്ച് വരെ എത്തും മിക്കവാറും. അപ്പം ഇത്ര ദിവസം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറേ നാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. നോർമൽ വീട്ടിലുള്ളതെന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു ജേണി, ഒരു 90 ഡേയ്സിൻ്റെ ജേണി. 90 അല്ല, അതിൽ കൂടുതലായി ഞാൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇത്രയൊക്കെ ആവും. അപ്പം എൻ്റെ ഫണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം അതൊക്കെ സെറ്റാക്കണം. അതാണ് ഞാൻ പിന്നെ പർച്ചേസിങ് അതൊന്നും ഇടാത്തത്. അപ്പോൾ അതൊക്കെ ഇടും. ഞാൻ ഇപ്പോൾ ഉള്ള പ്രോട്ടീന് മാക്സിമം ലോഡ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഭയങ്കര സ്റ്റാർട്ടിങ് ടൈമിലാണ്. സ്റ്റാർട്ട് എങ്ങനെ പോകണം നോക്കാം ഈ ദിവസം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗുണ്ട്, പിന്നെ ബ്രെഡുണ്ട്, ബനാന ഉണ്ട്. ഇത് ഇത്രയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയുള്ള സെറ്റ് ചെയ്യണം. കാണാതിരിക്കാം. ഈ ജേണിയിൽ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്, ഞാൻ വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നില്ല. വേ പ്രോട്ടീൻ നല്ലതാണ്, ബഡ്ജറ്റ്. അതുകൊണ്ട് ഈ 100 ഡേയ്സിന് ഞാൻ വേ പ്രോട്ടീൻ ഉപയോഗിക്കാതെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ളൊരിതാണ്. അത് നിങ്ങൾക്കൊരു നല്ലൊരു അവയർനെസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ക്ലയൻസും മിക്ക ക്ലയൻസും വേ പ്രോട്ടീൻ ഒന്നും ഉപയോഗിക്കാതെയാണ് ചെയ്യാറ്. എന്തെന്നറിയത്തില്ല, ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇന്ന് തൊട്ട് ഡേ 1 ഇന്നലെ ആയിരുന്നു, ഇന്ന് ഡേ 2 ആണ്. സോ എങ്ങനെയാണ് നോക്കാം. ഇവിടെ കുക്കിംഗ് ഒന്നുമല്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപയോഗിക്കുന്നത് 2 ബ്രെഡ്. ഇന്ന് ബ്രെഡിനെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ബനാന കട്ട് ചെയ്ത് വെച്ച് അതിൽ കുറച്ച് സിറപ്പ് ഒഴിച്ച് കഴിക്കും, അത്ര. എഗ്ഗാണ്. എഗ്ഗ് ഹാഫ് ബോയിൽ ചെയ്തതാണ്. ഹാഫ് ബോയിൽ മീൻസ് ഒരു 3 മിനിറ്റ് കുക്കിംഗ്, അത്ര 3 to 4 മിനിറ്റിൻ്റെ ഉള്ള കുക്കിംഗ് ആണിത്. സോ ഞാൻ ഓരോ രീതിയിലൊക്കെയാണ് എഗ്ഗ് കഴിക്കുന്നത്. സോ ഇന്ന് ഇത്ര എഗ്ഗ് കഴിക്കണമെന്ന് എനിക്ക് തോന്നി. പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ് ശരീരത്തിൽ. സോ കുറച്ച് സാൾട്ട് ഇടും. പിന്നെ മെയിനായിട്ട് പെപ്പർ ഇടും.
ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യട്ടെ. ആദ്യം പ്രോട്ടീൻ നിന്നാണ് തുടങ്ങാം. നല്ല വിശപ്പ്. ചീപ്പസ്റ്റ് പ്രൈസും ഹൈ പ്രോട്ടീനും ഹൈ ന്യൂട്രീഷനുമുള്ള ഒരേ ഒരു സാധനമാണ് എഗ്. എഗ് ഒരിക്കലും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മിസ് ചെയ്യില്ല കേട്ടോ. സൂപ്പർ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനി ഒരു ഓൺലൈൻ ക്ലയൻ്റ് ഉണ്ട്, കുറച്ച് സമയമായി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലോട്ട് പോകണം, ഫുഡ് ഉണ്ടാക്കണം. ഇന്നത്തെ വ്ളോഗ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിന് ഒട്ടും വയ്യ. സോ വയ്യാന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, വർക്കൗട്ട് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. 30 മിനിറ്റ് ടു 1 അവർ നിങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഡെയിലി സ്പെൻഡ് ചെയ്യേ പറ്റൂ. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം പ്ലീസ്. എൻ്റെ റിക്വസ്റ്റ് ആണ്. സോ സ്റ്റേ ട്യൂൺ, പുതിയ വ്ളോഗുകൾ വരും. സോ ഞാൻ പറഞ്ഞില്ലേ, പതുക്കെ നമുക്ക് ഗ്രോ ചെയ്യാം. ഈ ഒരു ജേണിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക് പ്ലീസ്. ബൈ.